ഹായ്. ഇന്നലെ വന്നത് രണ്ടെണ്ണം ഇരിപ്പുണ്ട്. ഉണ്ടോ? കാണിച്ചില്ല. ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതുവരെയായിട്ടും നടന്നില്ല. ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ച് തെരുമേലി വരെ പോകാമെന്ന് ഓർത്തുകൊണ്ട് റെഡിയാവും. കേട്ടോ, റെഡിയാവില്ല, എല്ലാവരും കാപ്പി കുടിക്കും അല്ലേ. ഇളയവക്കൊരു ആഗ്രഹം എന്നെ ഒന്ന് ഒരുക്കണമെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഇനി അമ്മച്ചി ഒരുങ്ങാഞ്ഞിട്ട് പിള്ളേർക്ക് ഞാൻ ഒരുങ്ങാറില്ലല്ലോ. എന്നതൊക്കെയാണോ ദൈവമേ എന്നെ കാണിച്ചു വെക്കുന്നതെന്ന് എനിക്കറിയാനും പാടില്ല. വീട്ടിൽ കൊണ്ടു കിടക്കാല്ലേടി, കറുത്തതാണെന്നുള്ള ആശയമൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്കില്ല. അതൊരു ഭാഗ്യമല്ലേ ജനം. ചില കറുത്തല്ലേ, നിങ്ങൾ കറുത്ത വാലൊക്കെ ഇട്ടോ ചെറുതായിട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേടി, എൻ്റെ പ്രായം. അത് കുഴപ്പമില്ലെന്ന്. അതെ, കണ്ടോ എന്നെ ഞാൻ പറ്റി പാട്ടൊക്കെ ഇരുന്ന് പാടുമായിരുന്നു. മുറുക്കി ചുമന്നതോ മാനം പൊത്തി ചുവപ്പിച്ചോ എന്നൊക്കെ. എനിക്ക് കഴിഞ്ഞ ദിവസം ബീനാണല്ലോ ഞാൻ ഒരു ലിപ്സ്റ്റിക് എന്നായിരുന്നേ ഇട്ടിട്ടുണ്ടല്ലോ. അമ്മച്ചി ഫോട്ടോ കാണിച്ചത് ഞാൻ കാണിച്ചത്. എന്നെ പിരിയൊക്കെ എഴുതിച്ച് കണ്ണൊക്കെ എൻ്റെ കണ്ണൊക്കെ എഴുതിച്ച് മക്കള് അതെ. അങ്ങനെ ഞങ്ങള് എമ്മേലിച്ച് പോകാൻ തുടങ്ങുന്നത്. ഞങ്ങളുടെ അമ്മച്ചിമാർ രണ്ടുപേരും കണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എമ്മേലിച്ച് പോകാന്ന് പറഞ്ഞേ. മക്കൾസെല്ലാം രണ്ടുപേരും ആദ്യം ഇറങ്ങി വെളിയിൽ നിൽപ്പുണ്ട്. ഞങ്ങളൊക്കെ ഇനി പെരയൊക്കെ പൂട്ടി ഇറങ്ങി വരട്ടെ. അപ്പം ഞങ്ങൾ എരുമേലിക്ക് പോയിട്ട് വരാവേ. എരുമേലിയിൽ മാമനെ കാണാനായിട്ട് പോവാം. വാവച്ചത് മാമനെ കണ്ടു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു. കഴിഞ്ഞ ദിവസം മാമന് അസുഖമായിട്ടോ ഇന്ന് പോയിട്ടേ ഇല്ല എൻ്റെ വീട്ടില്. അപ്പം ഞങ്ങൾ മാമനെ ഒന്ന് കണ്ടിട്ടൊക്കെ വരും. വീട്ടിൽ അവിടെ ചെല്ലുന്ന വിശേഷങ്ങളൊക്കെ പറയാം പോകുന്ന വഴിക്ക്. ഞങ്ങൾ എല്ലാ കാര്യമായിട്ട് ഇറങ്ങിയതുകൊണ്ട് മൈക്കെടുത്തു, സ്റ്റിക്ക് എടുത്തു. ഒരിക്കലും പോകുമ്പോൾ ഇതൊന്നും എടുക്കാറില്ലേ. ഇന്നെല്ലാം ഓർത്തോണ്ടെല്ലാം എടുത്തോണ്ടൊക്കെയാണ് പോകുന്നത്. മഴയില്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ സംഭാരം ഇട്ടു. അത് വീട്ടിൽ പോകണമെങ്കിൽ എല്ലാവരുടെയും കൂടി സമ്പാദ്യം ഇട്ടോളാണ് സജ്ജോണം പറഞ്ഞ. എല്ലാവരും കൂടി അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഡീസലടിച്ച് എന്നിട്ട് എരുമേലി കൊണ്ടുവന്നാ വന്നിരിക്കുന്നത്. ഇതാരത് കഥയാണോ? ഡ്രൈവറായി അറ്റാച്ച് കഴിയുമ്പോൾ ഭാവിച്ചു കൊടുക്കുന്നു. മേടിച്ചു കൊടുക്കണേ കുടിച്ചത് ആ കണ്ണുകൂടി നിർത്തിയിരിക്കുന്നുണ്ടോ? നല്ല മഴ, നല്ല സൂപ്പർ മഴ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മഴ. ഞങ്ങൾ വെറുതെ മൈക്കും സ്റ്റിക്കും ഒക്കെ എടുത്താന്ന് തോന്നുന്നു. മഴ കുറഞ്ഞോ? ആണോ? അതെ, ഇവിടെ വന്നപ്പോ മഴയില്ലല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ മഴ പോയി. ഉണ്ടടി മഴയുണ്ട്. ഞാൻ എന്തേണ്ട സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ കിടക്കാം. ആരുടെ ശല്യമില്ല. അപ്പോൾ എന്നതാ വാവച്ചി ഈ പറയുന്ന ഒരു വിവരവും ഇല്ലാത്ത. നിന്നതുങ്ങൾക്കും വിവരമില്ല, വന്നതുങ്ങൾക്കും വിവരമില്ല. ഇത് വാവരുവള്ളി ആണ്. വാവരുവള്ളി ഇവിടെ കയറിയിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോകുന്നത്. അമ്പലത്തിൽ കയറിയിട്ട് കൊച്ചുപള്ളി കൊച്ചമ്പലം. എന്റെ വാവേ കൊച്ചമ്പലം. ശരിക്കും അയ്യപ്പൻ യഥാർത്ഥമായി തിരുന്ന അമ്പലമാണ് കൊച്ചമ്പലം. ബാബുരന്റെ അമ്പലം വരുന്നത്. ബാബുരന്റെ അമ്പലം വരുന്നത് പണ്ട് തിയേറ്റർ ആയിരുന്നിടത്ത് ബാബുരന്റെ അമ്പലം. ഇവിടെ ഇതുണ്ടായിരുന്നു, ഇവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു. തിയേറ്റർ ഈ ഗേറ്റിന്റെ ഇതിന്റെ ഇവിടെയാണ് അയ്യപ്പന്റെ വാളൊക്കെ വീടുണ്ട്. ഒരു കുഞ്ഞു വീടുണ്ട്. അതിന്റെ ചുറ്റുമുള്ള എല്ലാ വീടുകളും ഒക്കെ എല്ലാം നല്ല വീടുകളൊക്കെ ആക്കി. ആ ഒരു വീട് മാത്രം പൊളിക്കാൻ പറ്റില്ല. അവിടെ പണ്ട് എരുമവല്ലിയെ കൊല്ലാൻ വന്നപ്പോഴത്തേന് അയ്യപ്പൻ താമസിച്ച് അവിടെ ആ വീട്ടിലാണ്. അങ്ങനെ ആ
എൻ്റെ 2 മക്കളും ഇരുമൂല്യം അറിയത്തില്ല. ഞാൻ പഠിച്ച ഇതാണ് അമ്മച്ചി. ഇതാണ് വലിയ അമ്പലം. ആണ് വലിയ അമ്പലം. ഇതാണ് പേട്ട തുള്ളലിന് വരുന്ന അമ്പലം. ഇത് ഞാൻ പഠിച്ച സ്കൂളിൽ. അത് കാണാൻ പറ്റിയത് നമുക്ക് കാണാം. അവിടെ പുലി ഉണ്ടല്ലോ. എവിടെ? അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പുലി ഉണ്ടല്ലോ. ഇത് ജനതാ ഹോസ്പിറ്റൽ. ഇവിടെ ആയിരുന്നു നമ്മൾ താമസിച്ചത്. ഈ കപ്പത്തോട്ടം ഈ കാണുന്നത് അവിടെയാ താമസിച്ചത്. ഇവിടെ ഇപ്പൊ മറ്റേ അവിടെ ഇപ്പൊ നല്ലതായിരുന്നു കേട്ടോ. വർക്ക്ഷോപ്പും ഒക്കെ ഇട്ട് എപ്പോഴും ആളുണ്ടായിരുന്നു. എന്നും ആളായിരുന്നു. ഇത് ആരുടെ കടയായിരുന്നു? ഇവിടെ കട ഉണ്ടായിരുന്നില്ല. ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ സോണിയാടെ കടയായിരുന്നു. ഓർമ്മ. ഇത് രാജേട്ടൻ ഞാൻ അവിടെ വരുമ്പോ എന്തൊക്കെ മേടിക്കാൻ. ഈ വളവ് തിരിഞ്ഞ് കയറുന്നതാണ് നമ്മുടെ വീട്. നേരെ കൂട്ടുകാരൻ. ഇതെന്റെ കൂട്ടുകാരിയുടെ വീട്. മഞ്ജു എന്നൊക്കെ പറയത്തില്ല. മഞ്ജു പ്രഭ. നമ്മുടെ ട്രെയിൻ വീട് ഇവിടുന്ന് തുടങ്ങുക. ട്രെയിൻ വീട് ഇവന് മൊത്തം അങ്ങ് വീട് പാടിയത്. വീട് തുടങ്ങി. ഇതാണ് വീട്. ഇതാണ് നമ്മുടെ വീട്. ട്രെയിൻ വീട്. ജനിച്ചു വളർന്ന വീട്. ഇത് ട്രെയിൻ വീടോ? നീളം പോലെ. അമ്മച്ചിയുടെ വീട്. എന്നെ ഒരു സാധനം പുറകി വെച്ചാ അത് തിരിച്ചെടുക്കണമെന്ന്. അതന്നെ. ഇതെന്നാ അമ്മച്ചി അമ്മേ? ഒരു വീട്ടിലോട്ടൊക്കെ ഇറക്കുന്നത് ബായിക്ക് അടിച്ചിറക്കും. ഒരു കുട കൊടുക്കാൻ. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ആദ്യമായിട്ട് വരുന്നതാ. ചാച്ചിക്ക് കുട വേണം. കുളിച്ച് സുന്ദരനൊക്കെ ആയിട്ടിരിക്കാന്ന് പറയാം. നിങ്ങൾക്ക് പോലെ ഒരു പാട്ട് പാടി തരണം എനിക്ക് കേട്ടോ. അതിനപ്പുറം പൊക്കോടി കുഞ്ഞ് 2 പേരും. ആ യോഗട്ട് വേണം എടുത്ത് കൊടുത്തു. പൊന്നുണ്ണി കേറത്തില്ല ഇങ്ങോട്ട്. നാളത്തെ പോലെ എനിക്ക് പാട്ട് പാടി തരണേ. ഏത് പാട്ട് പാടി തരും? ബെസ്റ്റ്. ഏത് പാട്ട് പാടി തരുമെന്ന്. ഞാനൊരു പാട്ട് പാടി എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ മാമൻ പയ്യെ ഒന്ന് പാടിയൊക്കെ നോക്കുക. ഏത് പാട്ടാണ് പാടണ്ടെന്നൊക്കെ ആലോചിച്ചിങ്ങനെ നോക്കി പാടിയൊക്കെ നോക്കുക. ഇത് ആൽബം മാമൻ സൂക്ഷിച്ചു വെക്കുന്നു കേട്ടോ. ഞങ്ങളൊക്കെ കളയുന്നു. മാമൻ്റെ എന്തോരം പോയിട്ടും പേപ്പറൊക്കെ വെച്ച് ആൾക്കുണ്ടല്ലോ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പണ്ട് തൊട്ടുള്ള ഇത് മാമൻ പണ്ട് പോയെടുത്താണ്. ഞാൻ ഇപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഫോട്ടോ വെക്കത്തില്ലേ, അന്നേരം വേറെ ഇതിന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് വലിയ ഫോട്ടോ ഇരിക്കുന്ന ആളാണ്. ഉണ്ടോ? ഇതെൻ്റെ അമ്മച്ചി. അത് പറയുമ്പോൾ എനിക്ക് അച്ഛനൊരു ഗൾഫിലല്ലായിരുന്നു. ഇതാണ് എൻ്റെ അമ്മച്ചിയാണ്. ഇത് കണ്ടോ? ഇതെൻ്റെ അമ്മയാണ്. വക്കീലൊക്കെ പോലെ അല്ലേ? ഇതാണ് എൻ്റെ അമ്മച്ചി. ഇതെല്ലാം അമ്മച്ചി ഉണ്ടോ? ഇതല്ല, ഇത് അമ്മച്ചിയുടെ ഒരു കൂട്ടുകാരി. ഇതെല്ലാം അമ്മച്ചിയുടെ ഫോട്ടോ. അമ്മച്ചി എൻ്റെ അമ്മച്ചിയെ കണ്ടിട്ടില്ലാത്തൊരു കണ്ടോണം കേട്ടോ. എൻ്റെ അമ്മച്ചിയെ ഞാനങ്ങനെ കാണിച്ചിട്ടില്ല. ഒത്തിരി ഫോട്ടോ ഒന്നും ഇല്ല. ഇതെല്ലാം അമ്മച്ചിയുടെ ഫോട്ടോയാണ് കണ്ടോ. മാമൻ അമ്മച്ചിയുടെ ഫോട്ടോയാണ് മൊത്തം വെച്ചിരിക്കുന്നു. കൊച്ചുറാണി. അത് മാമൻ്റെ 2ാമത്തെ മോള്. ഇത് പഴയ ഫോട്ടോ. ഇത് മാമൻ്റെ മൂത്തയാള്. ഇതൊക്കെയാണ്. ഇത് കൊച്ചുറാണി. കൊച്ചുറാണിയുടെ ഫോട്ടോ കാണത്തില്ലടാ. ഇത് പൊന്നുമണിയൊക്കെ. ഇത് 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 പൊന്നിനേക്കടെ കല്യാണത്തില്. ഇത് പൊന്നിനേക്ക. ഇത് കൊച്ചുറാണി. ഇത് കണ്ണമ്മോൻ. ഇതുണ്ടോ? ഇത് കണ്ണമ്മോന്റെ ഫോട്ടോ ഉണ്ട് ഇതിനകത്ത്. കണ്ണമ്മോന്റെ ഈ തലയുടെ ഒരു സൈഡ് കാണുന്ന കണ്ണമ്മോൻ. ഇത് അമ്മാമ്മച്ചി രമയമ്മ. ഇതും അമ്മാച്ചി. അമ്മാച്ചിയുടെ ചെറുപ്പത്തിലുള്ളതാ ഇത്. ഇതൊക്കെയാടി നാടക നടിയായിരുന്നു. അതൊക്കെ ആരാണോ ഇല്ല. ഇത് ജോമിയ ചിറ്റയുടെ ചെറുപ്പത്തില്. അമ്മായി വെള്ളം കൊണ്ട് വരുന്നത്. ശ്രീകുഞ്ഞീറ്റ. ശ്രീകുഞ്ഞീറ്റ.
ഇത് കൊച്ചുറാണി, ഇത് ശ്രീകുഞ്ഞിറ്റയുടെ അനിയത്തി, ഇതേ അമ്മച്ചി. എൻ്റെ കോലം, എൻ്റെ പണ്ടത്തെ കോലം. ഇത് പൊന്നുണിയൊക്കെ. ഇത് മാമൻ്റെ മൂത്തയാള്, ഇത് മാമൻ്റെ ഏറ്റവും ഇളയാള്. പൊന്നുണിയൊക്കെ ഞാനും കൊച്ചുറാണിയില്ലേ, കൊച്ചുറാണിയും ഞങ്ങൾ മൂന്നുമായിരുന്നു കൂട്ട്. ഞങ്ങൾ എല്ലാം കൂടി. ഇവിടെ ഇച്ചൂടി ഇളയതായിരുന്നു. പൊന്നുണിയൊക്കെ കല്യാണത്തിനുള്ളത്. അതെ, ഹരി. ഇതൊക്കെ കല്യാണ ഫോട്ടോയാണേ. ഇങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ലാത്തവരാണ് ഞങ്ങളുടെ വീടിൻ്റെ മേലത്ത് ഷേർലി മാമ. ഇവിടുത്തെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ഷേർലി മാമ. പക്ഷെ അത് മരിച്ചു. ഷേർലി മാമയും അച്ചായനും എല്ലാ ആ ഒരു കുടുംബത്തിൽ ആരും ഇല്ല. ഇപ്പം ഷിജോ, ഷിനോ, ഒക്കെയാണ്. ഇതൊക്കെ കല്യാണത്തിൻ്റെ ഫോട്ടോ കേട്ടോ. കണ്ടോ, ഇത് പൊന്നുണിയൊക്കെ കൊച്ചു. ഇത് ഞങ്ങളുടെ വല്യമ്മച്ചി, എൻ്റെ അമ്മയുടെ അമ്മയാണിത്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ, തങ്കമ്മ ടീച്ചർ. ഞാൻ അമ്മച്ചി സാറെന്നായിരുന്നു വിളിക്കണത്. ഇത് ഞങ്ങളുടെ വല്യമ്മച്ചി അല്ലേ. ഇത് ഇത് കൊച്ചുറാണി. ഇതേ കൊച്ചുറാണി റജിമാമനും. നീ കണ്ടിട്ടില്ലല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മാമന്റെ രണ്ടാമത്തെ മോളോ, അതിന്റെ കെട്ടി റജി. ഇത് ഏറ്റവും ഇളയവള് മുത്തുമണിയുടെ. ഇത് മുത്തുമണി മാമന്റെ ഏറ്റവും ഇളയാള്. അവിടെ കല്യാണത്തിന്. ഇത് ഹരിത കുഞ്ഞ്. മറ്റേ ഇവിടെ പോയത് ഓർക്കുന്നുണ്ടോ, പിന്നെ കല്യാണത്തിന് പോന്നെ? അത് കട്ടി. നിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്രാവശ്യം ഞാൻ എടുത്തോണ്ട് പോയത്. അല്ലെങ്കിൽ ഇത് കൊച്ചുറാണിയുടെ സ്കൂളിലെ ഫോട്ടോയാ, കൊച്ചുറാണിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാ. ഇത് ഞങ്ങളുടെ അമ്മാമ്മച്ചി പണ്ട് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ കേട്ടോ. ആ ട്രൂപ്പിൽ ഉള്ളതായത്. ഇവിടെ ഇത് മാമനൊക്കെ, അമ്മാമ്മച്ചി മാമനൊക്കെ ഉള്ളത്. ഇതിനകത്ത് മാമനൊക്കെ ഉണ്ട്. മാമന ഇത് ലാജിമാമൻ. ഇത് ലാജിമാമനും അമ്മായിയായിരുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം പോയി. ഇത് എൻ്റെ അമ്മച്ചി കൊച്ചുറാണി. ഇത് റാമർ. അമ്മച്ചി പണ്ട് തയ്ക്കാൻ പോയിക്കൊണ്ടിരുന്ന മണിമലയിലെ ഒരു കടയിൽ, അവിടുത്തെ കടയിലെ പിള്ളേരായത്. അച്ഛനാണ് ഇത്. ഉണ്ട് ഞങ്ങളുടെ വലിയച്ഛൻ. അത് മാമനാട്ടോ. ഈ ഇരിക്കുന്ന മാമനാണ് ഇത്. മാമനും എൻ്റെ കുഞ്ഞമ്മച്ചിയും. ഞാൻ അമ്മച്ചി. ഇത് അനിയത്തി വയറ്റിൽ ഗർഭിണിയായിരുന്നു. പിന്നെ ഇത് അമ്മച്ചി ഞാനും തെന്നലും കൂടി. അയ്യോ, ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഇതെടുത്ത് വെക്കണം. അമ്മച്ചി ഞാനും തെന്നൽ അനിയത്തി. പിന്നെ ഇത് പഴയ സജീവണ്ണനെ എന്നെയൊക്കെ കണ്ടോ. സജീവണ്ണൻ, ഞാൻ, പൊന്നുണയൊക്കെ അരിച്ചേട്ടെ. ഇത് അമ്മച്ചി ആദ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരുപോലത്തെ സാരി മേടിച്ചോണ്ട് വന്നാൽ. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ എടുത്ത് ഫോട്ടോ അന്നൊക്കെ കണ്ട്. എൻ്റെ മേത്ത് സ്വർണ്ണമൊക്കെ ഉണ്ട്. ചെറുതിലത്തെ ഫോട്ടോ. കണ്ണമ്മോനും അമ്മായിയും കൂടി ഇരിക്കുന്നത്. പണ്ട് ഞങ്ങൾ പേട്ടകെട്ടിന് മേടിച്ചാണേ. ഇത് ഞങ്ങളുടെ അപ്പൻ. ഇത് ഞാൻ അമ്മാമ്മച്ചി, മാമനും, പൊന്നുണിയൊക്കെ, കൊച്ചുറാണി, മുത്തുമണി. ഇത് എൻ്റെ അനിയത്തിയുടെ ചെറുതിലത്തെ ഫോട്ടോ. ഇത് തെന്നൽ, ഇത് മുത്തുമണി, കൊച്ചുറാണി, ജോമിയുടെ കുഞ്ഞിലത്തെ. ഇത് അനിയത്തിയും കുഞ്ഞമ്മച്ചിയും മോളും. ഉണ്ടോ ആ ഫോട്ടോയിൽ കണ്ട ആളാണോ ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞമ്മച്ചി. ഞാൻ അമ്മാമ്മച്ചി എന്ന് വിളിക്കും. പാടിയൊക്കെ പാടി വാസന എന്തി കൊക്കോ 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 കുഞ്ഞ് കൊക്കോ കുഞ്ഞ് കൊക്കോ കുഞ്ഞ് കായടി കിഴങ്ങടിയത്. കിഴങ്ങ. പൊന്നാനി വഴക്കായിരുന്നു. പൊന്നുണ്ണി വച്ചായിരുന്നു. പൊന്നുണ്ണി ഇങ്ങോട്ട് വെച്ചേ. പൊന്നുണ്ണി വച്ചായിരുന്നു. വേണ്ടടാ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് റംബൂട്ടാനൊക്കെ പറിക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങിയതാണേ. കണ്ടോ, ഒരുത്തി പേടിപ്പിക്കുന്ന കേട്ടോ. ഇളയവള ഞങ്ങളെ പേടിപ്പിച്ചുമല്ലോ. റോഡിന് നടുക്ക് പോയി നിന്ന് റംബൂട്ടാൻ പറിക്കുക എന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് ഇത്ര റോഡ് സൈഡ് എൻ്റെ വീട്. ഞാൻ എപ്പോഴും പറയത്തില്ല, പേട്ടകെട്ട് സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നൊക്കെ പറഞ്ഞില്ല. അന്ന് റോഡിന് ഇത്രയും വീതിയൊന്നുമില്ല, വീതിയൊക്കെ കുറവായിരുന്നു. അയ്യപ്പന്മാരൊക്കെ നമ്മുടെ മുറ്റത്തായിരുന്നു വന്ന് കഞ്ഞിയൊക്കെ വെക്കുന്നതുമൊക്കെ, മഞ്ഞച്ചോറൊക്കെ. എന്നിട്ട് ഞങ്ങൾക്കും തരും പോകാൻ നേരത്ത്. അതുപോലെ മുറ്റത്ത് വന്നാണ് അവർ വിരി വെക്കുന്നതൊക്കെ. ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ തോടുണ്ട്, അവിടെയാണ് അവർ വന്ന് കുളിച്ചൊക്കെ. ഇവിടുന്നേ പേട്ട തുള്ളിയാണ് എരുമേലിക്കോട്ട് പോകുന്നത്. അതൊക്കെ ഒരു നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ഞങ്ങളുടെ ഭയങ്കര സന്തോഷമുള്ളൊരു കുട്ടിക്കാലമായിരുന്നു ഞങ്ങളുടെ. അടിച്ചു പൊളിച്ച് 2 മാസം. ആ
അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. നേരത്തെ തൊടുപുഴയ്ക്ക് ചെല്ലണമെന്ന് ഓർത്തു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പം പ്ലാനൊക്കെ ഒന്ന് മാറി. അനിയത്തി പറഞ്ഞു നമുക്ക് ചുമ്മാ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് അവരുടെ കൂടെ അവരുണ്ട് കൂടെ, അവർ വേറെ വണ്ടിയിൽ. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ പോവാം. പക്ഷേ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ. ഞാൻ പോകാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നത്. അപ്പോൾ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.